വിശ്വാസമാണ് എല്ലാത്തിൻ്റെയും ആത്മാവെന്ന് പറയുന്നത്. വിശ്വാസം തകർന്നാൽ നമുക്കാർക്കും ജീവിക്കുവാൻ സാധിക്കുകയില്ല. നമ്മളൊക്കെ ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരു പെട്ടിയിലാണ്, അമ്മയുടെ ഗർഭപാത്രം. നമ്മൾ തിരിച്ചു പോകുന്നത് ഒരു പെട്ടിയിലാണ്, ശവപ്പെട്ടി. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ കുറച്ച് വെള്ളം തന്നു, നമുക്കറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമുക്ക് കുറച്ച് വെള്ളം തരും, നമുക്കറിയില്ല ആരാണെന്ന്. നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് ആരോ നമ്മളെ ഇങ്ങനെ ഉയർത്തി എടുത്തു, നമുക്കറിയില്ല ആരാണെന്ന്. മരിക്കുന്ന സമയത്ത് നമ്മളെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഉയർത്തും, നമുക്കറിയില്ല ആരാണെന്ന്. ഈ ജീവിതമെന്ന മൂന്നക്ഷരം, മരണമെന്ന മൂന്നക്ഷരത്തിനും ജനനമെന്ന മൂന്നക്ഷരത്തിനും ഇടയിലാണ്. അതിനിടയിൽ ദൈവം തരുന്ന ചുരുക്കം ചില കാലങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആയുസ്സെന്ന് പറയുന്നത്. നമ്മളൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ചെരുപ്പ് തേയുമ്പോൾ നമ്മൾ ചെരുപ്പിനെ നോക്കി പറയും, നീ തേഞ്ഞു പോയെന്ന്. അപ്പോൾ ചെരുപ്പ് നമ്മളെ നോക്കി തിരിച്ചു പറയും, തേഞ്ഞത് ഞാനല്ല, നിന്റെ ആയുസ്സാണ്. ഓരോ നിമിഷവും നമ്മൾ നമ്മുടെ ആയുസ്സിൽ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ നൈമിഷികമായ ഹ്രസ്വമായ ജീവിത കാലയളവിനുള്ളിൽ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് സതുദ്ദേശത്തോടുകൂടി സദാചാരത്തോടുകൂടി നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കർമ്മബന്ധങ്ങളോട് നീതി പുലർത്തി ജീവിക്കുവാൻ കഴിയുന്ന നിലയിൽ നമ്മുടെയൊക്കെ ജീവിതത്തെ പരിപക്വമാക്കിയെടുക്കുക എന്ന് പറയുന്ന വലിയ സന്ദേശം കേട്ടുകൊണ്ട് വേണം നമ്മൾ ഉണരേണ്ടതും ഉറങ്ങേണ്ടതും.